നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് മിഡ് ക്യാപ് നിഫ്റ്റി അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ലേൺ ചെയ്യുന്നതാണ് നമ്മുടെ സ്ട്രാറ്റജി. നിഫ്റ്റി അനാലിസിസ് കിടക്കാം ഫാസ്റ്റ്. നിഫ്റ്റി ബുള്ളിഷ് ആണ്. 1 hour ചാർട്ടിൽ ബിഗർ ടൈം ഫ്രെയിമിൽ നല്ലൊരു ബുള്ളിഷ് മോഡിലാണ് ഇപ്പോൾ നമ്മുടെ നിഫ്റ്റി. 1 hour ചാർട്ടിൻ്റെ ഡിസ്കഷനാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ വേവ് ലാസ്റ്റ് വീഡിയോ ഞാൻ ഷെയർ ചെയ്തായിരുന്നു. റെഗുലർ വ്യൂവേഴ്സ് അവർക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ അനാലിസിസ് ആണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഡെയിലി ടൈം ഫ്രെയിമിൽ. ദാറ്റ് മീൻസ് 1 ഇത് നമ്മൾ 2 ഉണ്ടായിരുന്നപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് ഇവിടെ നിന്ന് 2 പൊക്കും. ഇനി ഈ ലോ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് 2 ബുള്ളിഷ് ആകും, ആൻഡ് 3 ആൻഡ് പിന്നെ 4 ആൻഡ് പിന്നെ 5 അങ്ങനെയൊക്കെ പോകുന്നതാണ്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് 3 ആണ് ഓൺ ഗോയിങ്. ഓക്കെ, 3-യുടെ റൂൾസ് നമ്മൾ റെഗുലർ വ്യൂസ് അവർക്ക് നന്നായിട്ട് അറിയാം. 3-യുടെ റൂൾസ് എന്തായിരുന്നു? 3-യുടെ റൂൾസ് എപ്പോഴും ഇത് തന്നെയാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് വേവ്. ഞാൻ ഈ ലെവലിലൊക്കെ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വേവ്. ദാറ്റ് മീൻസ് നമ്മുടെ ഈ ഒരു കൗണ്ട് ചെയ്ത് ഫസ്റ്റ് 1ൻ്റെ ഹൈ, ആ ഹൈ എപ്പോഴും മേജർ ആയിരിക്കും. ഓക്കെ, തേർഡ് വേവിൻ്റെ ഒരു റൂളാണ് ആസ് പെർ എല്ലിയറ്റ് വേവ് തിയറി. തേർഡ് വേവ് എപ്പോഴും ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് ശരിക്കും തേർഡ് വേവ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. തേർഡ് വേവ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ നമ്മുടെ പ്രൈസ് അടിച്ച് കയറും. ഓക്കെ, ഭയങ്കര ബുള്ളിഷായിട്ട് നല്ല റൂൾ അങ്ങനെയാണ് എല്ലിയറ്റ് വേവ് പറയാറുണ്ട്. പിന്നെ അത് നമ്മൾ ഓൾറെഡി പണ്ടേ എൻ്റെ റെഗുലർ വ്യൂവേഴ്സ് അവർക്ക് നന്നായിട്ട് അറിയാം. പണ്ടേ നമ്മൾ കുറേ പ്രാവശ്യം അങ്ങനെ കണ്ടിട്ടുണ്ട്. സ്മോൾ ടൈം ഫ്രെയിമിൽ കണ്ടേക്കനെയാണ്. പിന്നെ പ്രൈസ് പിന്നെ സഡൻലി അങ്ങനെ അടിച്ച് കയറാൻ തുടങ്ങും. ഭയങ്കര സ്പീഡായിട്ട് പ്രൈസ് മുകളിലേക്ക് പോകും. അതാണ് എല്ലിയറ്റ് വേവ് തിയറി, അങ്ങനെയാണ് പറയാറുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ യൂഷ്വലി സ്മോൾ ടൈം ഫ്രെയിമിൽ കണ്ടിട്ടുണ്ട്. 15 minutes ടൈം ഫ്രെയിമിൽ അത് ഇവിടെയും കണ്ടിട്ടുണ്ട്. സ്മോൾ ടൈം ഫ്രെയിം ഇവിടെ ഈ ഒരു ഏരിയയിലും കണ്ടിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത് ഇവിടെ നിന്ന് 1, 2, 3 ഞാൻ പറഞ്ഞായിരുന്നു. തേർഡ് വേവിൻ്റെ അങ്ങനെയാണെങ്കിൽ ഹ്യൂജ് ഗ്യാപ്പ് അപ്പായി. ഓക്കെ, സോ അതാണ് എല്ലിയറ്റ് വേവ് തിയറി. ബട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇത് അങ്ങനെ ഗ്യാപ്പ് അപ്പ് ആയിട്ട് വന്നില്ല. ലൈവ് മാർക്കറ്റിലാണ് പ്രൈസ് ബ്രേക്ക് ചെയ്തേക്കുന്നത്. സോ ബുള്ളിഷാണ്, നോ ഡൗട്ട് പ്രൈസ് ബുള്ളിഷാണ്. ബട്ട് ഇതിനകത്ത് അത്രയ്ക്ക് പവർ ഇല്ല. ഈ തേർഡ് വേവിൽ അത്രയ്ക്ക് പവർ ഇല്ല. ദാറ്റ് മീൻസ് ഗ്യാപ്പ് അപ്പ്. ദാറ്റ് മീൻസ് ആ ഗ്യാപ്പിന് തേർഡ് വേവിൻ്റെ റൂൾ എങ്ങനെയാണല്ലോ, ആ ഗ്യാപ്പ് ഈ വേവ് കംപ്ലീറ്റ് ചെയ്യില്ല, അത് ഡിഗ്രി ഫോളോ ആയിരിക്കും പിന്നെ കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ഈ സിറ്റുവേഷനിൽ അങ്ങനെയല്ല. ഈ സിറ്റുവേഷൻ എന്താ പറയണേ, പ്രൈസ് ബുള്ളിഷാണ് ബട്ട് ലിമിറ്റഡ് ബുള്ളിഷാണ്. ലിമിറ്റഡ് ദാറ്റ് മീൻസ് പ്രൈസിൻ്റെ റെസിസ്റ്റൻസ് 127%, 141, 161.80% ഒക്കെ അങ്ങനെയൊക്കെ സ്ലോലി ആയിരിക്കും ട്രാപ്പ് ചെയ്തായിരിക്കും പോകുന്നത്. അതാണ് ഇനി നമുക്ക് പറയണം. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ നമ്മുടെ ഇവിടെ നമ്മളിത് ഇങ്ങനെ പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ഭയങ്കര വീക്ക്, കൺഫ്യൂസി, എക്സാക്റ്റ് അറിയാതെ ഒരു ട്രേഡ് പോലെ കിട്ടുന്നില്ല. അതാണ് ഈ നോർമലി തേർഡ് വേവ് ഭയങ്കര ബുള്ളിഷ് ആയിരിക്കും. നമ്മൾ എല്ലാ ടൈമിലും തേർഡ് വേവ് നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എക്സിറ്റ് നമ്മൾ ഫിഫ്ത്ത് വേവിൽ അടിച്ചാൽ മതി. അത്രയ്ക്ക് ഒരു ബുള്ളിഷാണ്, അത്രയ്ക്ക് പൈസ നമുക്ക് തരും. ബട്ട് ഈ സിറ്റുവേഷനിൽ തേർഡ് വേവ് ഭയങ്കര വീക്കായിട്ടാണ്, ഡല്ലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഡൽ മീൻസ് പ്രൈസ് മുകളിലേക്ക് പോകും ബട്ട് ട്രാപ്പ് ചെയ്ത് അപ്പ് ഡൗൺ എക്സാക്റ്റ് മൂവും കിട്ടത്തില്ല, കൺഫ്യൂസി ആയിരിക്കും, ബട്ട് ബുള്ളിഷ് ആയിരിക്കും. ഓക്കെ, അത് അപ്കമിങ് ടൈമിങ്ങിൽ ഇതൊക്കെ ഞാൻ ഷെയർ ചെയ്യുക ജേർണി. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ ഈ തേർഡ് വേവ് തന്നെ ഡിസ്കഷൻ നമുക്ക് ചെയ്യാം. ഈ തേർഡ് വേവിൽ നോർമലി 5 മൂവ്സ് നോർമലി ഉണ്ടാകും. ഭയങ്കര ബുള്ളിഷ് ആണെങ്കിൽ 21 മൂവ്സ് വരെ ഉണ്ടാവാറുണ്ട് തേർഡ് വേവിൽ മാത്രം. ഓക്കെ, ഈ സിറ്റുവേഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 1, 2, 3, 4 ആൻഡ് 5th ഓൺ ഗോയിങ് ആണ്. ഓക്കെ, 5th ഓൺ ഗോയിങ് ആണ്. 5th വീണ്ടും ഇതിനകത്ത് മാത്രമേ 5th എക്സ്റ്റെൻഡഡ് ആയിട്ടുണ്ട്. എക്സ്റ്റെൻഡഡ് മീൻസ് യൂഷ്വലി വേവ്സ് എല്ലാം 1, 2, 3, 4, 5 യൂഷ്വലി വേവ് എല്ലാം ഏകദേശം ഒരേപോലെ ആയിരിക്കുള്ളൂ. ഈ സിറ്റുവേഷനിൽ 5th മാത്രമേ ഇങ്ങനെ കരിക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. സോ ഈ ആളുകൾ നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ റിട്രേസ്മെൻറ്റ് തരും, പക്ഷേ പ്രൈസ് റിട്രേസ്മെൻറ്റ് തരുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് എന്താണ്, ഇപ്പോൾ ഒരു ഡയഗണൽ പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട് ഇവർ. ഇത് കണ്ടോ, ഡയഗണൽ പാറ്റേണിൻ്റെ നമ്മൾ നോർമലി 5 മൂവ്സ് ആണ്. 1, 2, 3, 4, 5 ഡയഗണൽ പാറ്റേണിൻ്റെ ഇൻറ്റർണൽ മൂവ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇത് 1i, ഇത് 2i, ഇത് 3i, ഡയഗണലിൻ്റെ അകത്തുള്ള 4i, 5th ആണ് ഇപ്പോൾ സ്പോട്ട്. സോ ഡയഗണൽ പാറ്റേണിൽ എന്താണ് കോഷനാണ് എനിക്ക് പറയാനുള്ളത്. ബട്ട് ബിഗർ ടൈം ഫ്രെയിം ബുള്ളിഷ് കൂടിയാണ്. സോ കൺഫ്യൂസ്ഡ് ആണ്. മനസ്സിലാക്കണം, നമ്മുടെ ഇവിടെ നമ്മൾ ട്രാപ്പ് ആവാൻ പാടില്ല. മീൻസ് പ്രൈസ് ബുള്ളിഷാണ്, വീക്ക്നെസ് ഒന്നുമില്ല. ഓക്കെ, പ്രൈസിൽ വീക്ക്നെസ് ഒന്നുമില്ല. പിന്നെ ഇവിടെ നമ്മൾ സ്മോളസ്റ്റ് ടൈം ഫ്രെയിമിൽ നോക്കുവാണെങ്കിൽ, സ്മോളസ്റ്റ് ടൈം ദാറ്റ് മീൻസ് 15 minutes ടൈം ഫ്രെയിം ഞാനിപ്പോൾ കൗണ്ടിങ് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് എനിക്ക് ഇവിടെ നമ്മളിപ്പോൾ എക്സ്റ്റെൻഡഡ് ആണ്. സ്റ്റിൽ 5th മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടല്ലോ, കാരണം വെച്ചാൽ പ്രൈസ് ബുള്ളിഷാണ്. ഓക്കെ, എങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് എന്താണ്, ഈ ടൈപ്പ് ഓഫ് ഒരു
ചാനലിലാണ് എനിക്ക് പ്രൈസ് തോന്നുന്നത്. ഓക്കെ, ഇത് ഈ ഒരു ചാനൽ ഇത് കണ്ടോ, ഇത് നമ്മൾ എടുക്കുക ഇങ്ങനെ തന്നെ. ആൻഡ് ദെൻ താഴെ വേറൊരു ചാനൽ തന്നെ വീണ്ടും ചാനൽ സപ്പോർട്ടഡ് ലൈൻ കൂടി വരുന്നുണ്ട്. അത് ഇത് ഇങ്ങനെ ആക്കിയിട്ട് കണ്ടോ, ഇതാണ് ചാനൽ. സോ എന്താണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്? സോ ചാനൽ ഇത് ചാനലാണെങ്കിൽ സോ ഇത് തേർഡ് വേവ് ആണെങ്കിൽ സോ തേർഡ് വേവ് ആണ്. സോ ചാനൽ പ്രൈസ് ചാനലിലാണെങ്കിൽ മെയിൻ എനിക്ക് കാണാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പ്രൈസ് മുകളിൽ പോയിട്ട് ഇനി ഇൻ കേസ് ബ്രേക്ക് ഔട്ട് ഓഫ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ താഴേക്ക് വരണം. താഴേക്ക് വരുവാണെങ്കിൽ സ്മോൾ ടൈംഡ് ഇത് തേർഡ്, ഇത് 1 കൗണ്ട് ചെയ്യുക, ഇത് 2 കൗണ്ട് ചെയ്യുക, ഇത് ഫുൾ 3 ആണെങ്കിൽ ഫോർത്തിൻ്റെ ഫോൾ റിട്രേസ്മെൻറ്റ് വരും, പിന്നെ 5th മുകളിലേക്ക് പോകും. ഓക്കെ, കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. സോ നമ്മുടെ പ്രൈസ് ബിഗർ ടൈം ഫ്രെയിമിൽ ബുള്ളിഷാണ്. സ്മോൾ ടൈം ഫ്രെയിമിൽ റീട്രേസ്മെൻറ്റ് വന്നാലേ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. ബ്ലൈൻഡിൽ മുകളിലേക്ക് കയറി ബ്ലൈൻഡിൽ നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. ഓക്കെ, സോ ഭയങ്കര ടഫാണ് LTVൻ്റെ ഈ ഒരു പാർട്ട് എക്സ്റ്റൻഷൻ. പിടികിട്ടത്തില്ല. ഇത് റെഡി ആയി കഴിഞ്ഞിട്ട് നമുക്ക് പിടികിട്ടുള്ളൂ. ഓഫ് ഇതായിരുന്നല്ലോ അത്. ടഫസ്റ്റ് പാർട്ടാണ് എനിക്ക്. കാരണം വെച്ചാൽ ഞാൻ എന്തായാലും നമ്മുടെ ചാനലിൽ ഞാൻ LTVൻ്റെ ഈ ഒരു പാർട്ട് എന്തായാലും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. പഴയ വ്യൂവേഴ്സും അവർക്കൊക്കെ അറിയാം, എക്സ്റ്റൻഷൻ്റെ പാർട്ട് ഷെയർ ചെയ്തിട്ടില്ല. എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ടഫസ്റ്റ് പാർട്ടാണ്, റെയർ പാർട്ടാണ്. റെയർ പറഞ്ഞ പാർട്ടെന്ന് വെച്ചാൽ എപ്പോഴും മാർക്കറ്റിൽ ഫോം ആവത്തില്ല, എപ്പോഴും ഫോം ആവത്തില്ല. അത് മീൻസ് ഒരു 10%, 100ൽ 10% ഇങ്ങനെ ഫോം ആവുള്ളൂ, 90% നോർമൽ മാർക്കറ്റ്സ് ആയിരിക്കുള്ളൂ. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ഇത് മേ ബി എനിക്ക് ഇതിൻ്റെ കൺഫർമേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. സോ മേ ബി ഇത് ഇപ്പോൾ ഞാനെങ്ങനെ കൗണ്ട് ചെയ്യണത്, നമുക്കിത് ഫുള്ള് ഇത് 1 കൗണ്ട് ചെയ്യുക, ഇത് 2 കൗണ്ട് ചെയ്യുക, ഇത് 3 ഓൺ ഗോയിങ് ആണ്. ഓക്കെ, സോ 3 കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് പിന്നെ ഫോർത്തിൻ്റെ ഫോൾ വരണം റീട്രേസ്മെൻ്റ് ആയിട്ട്. ഓക്കെ, റീട്രേസ്മെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് വേവിൻ്റെ ഹൈ നമുക്ക് സപ്പോർട്ടാക്കി മാർക്ക് ചെയ്യണം. ഓക്കെ, ഫോർത്തിൻ്റെ ഫോൾ അധികം വരത്തില്ല കേട്ടോ. കാരണം വെച്ചാൽ റീട്രേസ്മെൻറ്റ് മറ്റേ ഇത് എക്സ്റ്റൻഷനിലാണ്. സോ ഫോർത്തിൻ്റെ ഫോൾ ഒത്തിരി വരാൻ പാടില്ല, ശ്രദ്ധിക്കാം. ഫോർത്തിൻ്റെ ഫോൾ അധികം വരത്തില്ല, ലിമിറ്റഡ് ആയിരിക്കുള്ളൂ. സോ നമ്മുടെ ഈ ഒരു വേവിൻ്റെ ഹൈ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം ആസ് സപ്പോർട്ട്. ഓക്കെ, ഗ്രീൻ ആക്കി മാർക്ക് ചെയ്യുക ആസ് സപ്പോർട്ട്. ഇത് സപ്പോർട്ടാണ്. ഓക്കെ, പിന്നെ ലാസ്റ്റ് ഈ ഒരു വേവിൻ്റെ ഹൈ കൂടി മാർക്ക് ചെയ്ത്, കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് വേവ് ഏതാണ് ആ ഫസ്റ്റ് വേവ് തന്നെ ആയിരിക്കുള്ളൂ എപ്പോഴും സപ്പോർട്ടായിട്ട് മോസ്റ്റ്ലി. ഓക്കെ, സോ ഇനി എന്താണ് നെക്സ്റ്റ്, നാളെ ഇനി ഓപ്പണിംഗ് എങ്ങനെയാണ്? അപ്പോൾ അത് ഏതാ ഹൈ, ഇന്നത്തെ ഹൈ നമുക്ക് ഫസ്റ്റ് നമ്മുടെ മാർക്ക് ചെയ്ത് 25,550 ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൈസ് അവിടെ തന്നെ വന്ന് സ്റ്റക്കായി കിടക്കുന്നതാണ്. ലാസ്റ്റ് ഐ തിങ്ക് ഞാൻ റീൽ ഷെയർ ചെയ്തായിരുന്നു, റീലിലും പിന്നെ ലാസ്റ്റത്തെ വീഡിയോ ഞാൻ അങ്ങനെ തന്നെ ഷെയർ ചെയ്തായിരുന്നു. ഓക്കെ, സോ ഇതാണ്. പിന്നെ ഇതെപ്പോഴും സപ്പോർട്ടായിട്ട് തന്നെ ഉണ്ടാവുകയുള്ളൂ, കാരണം വെച്ചാൽ ഫസ്റ്റ് വേവിയുടെ ഹൈ ആണ് ഇത്. അത് ഇച്ചിരി തിക്കാക്കി മാർക്ക് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, സോ ഇനി താഴേക്ക് പ്രൈസ് നമുക്ക് ഇനി നോക്കാനുള്ളത് എന്ന് വെച്ചാൽ പ്രൈസ് ചിലപ്പോൾ നാളെ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ പ്രൈസ് പോസിറ്റീവാണ് ക്ലോസ് ചെയ്തെങ്കിൽ, സോ മുകളിലേക്ക് പോയിട്ട് പിന്നെ താഴേക്ക് തിരിച്ചു വരുവാണെങ്കിൽ ചാനലിൻ്റെ അകത്ത്, സോ നമുക്ക് റീട്രേസ്മെൻറ്റ് കിട്ടാനുള്ള ചാൻസസ്. ആ റീട്രേസ്മെൻറ്റ് ഏകദേശം ഈ വേവിൻ്റെ ഇത്ര വരെ, ഈ ഫസ്റ്റ് വേവ് ഉണ്ടല്ലോ, ഈ വേവ് ഇതിൻ്റെ 24,960 വരെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓർ എന്താ ചെയ്യുക, ഓർ ഈ ലോ ടു ആ ഒരു ഹൈ, ഏതാ ഹൈ നെക്സ്റ്റ് നാളത്തെ ഹൈ ഏതാണ്, അപ്പോൾ സപ്പോസ് ഈ സമയത്ത് ഇതാണ് ഹൈ, സോ ഇത് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കാം. സോ അത് ആ ഫോൾ മേ ബി ആ ഫോൾ വരുന്നത് ഫോർത്തിൻ്റെ ആയിരിക്കുള്ളൂ. അത് മാക്സിമം 50% വരാറുള്ളൂ. എക്സ്റ്റൻഷൻ കേസാണെങ്കിൽ 38.20%. അപ്പോൾ ആ സമയത്ത് ഇതും ഇവിടെ സിങ്ക് ആവുന്നുണ്ട്. ഏത് ഫസ്റ്റ് വേവിയുടെ ഹൈ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് അതും പിന്നെ 38.20%. ദാറ്റ് മീൻസ് 24,935 ഇത് നല്ലൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാറും. ഓക്കെ, ഫോർത്ത് വേവിൻ്റെ ഫോൾ ആണെങ്കിൽ ട്രയാങ്കിൾ പാറ്റേൺ കൂടി, പിന്നെ ട്രയാങ്കിൾ അല്ലെങ്കിൽ 333 കറക്ഷൻ. എക്സ്റ്റൻഷനിലാണെങ്കിൽ ട്രയാങ്കിളേ അവർ ഫോം ചെയ്യാറുള്ളൂ, മോസ്റ്റ്ലി അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. മനസ്സിലായോ? എക്സ്റ്റൻഷൻ ആണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു, എക്സ്റ്റൻഷൻ ആണെങ്കിൽ താഴേക്ക് ഫോർത്തിൻ്റെ ഫോൾ വരുമ്പോൾ അത് ഫോൾ അല്ല റീട്രേസ്മെൻറ്റ് ആയിട്ട് വരുള്ളൂ. എന്ന് വെച്ചാൽ ചെറുത് അങ്ങനെ കുറച്ചേ വരുള്ളൂ. സോ അത് ഐ തിങ്ക് ഈ 38.0% വരെ വരുള്ളൂ. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ ഇവിടെ ട്രയാങ്കിൾ പാറ്റേൺ ഫോം ചെയ്യുള്ളൂ. എക്സ്റ്റൻഷനിൽ 333 കറക്ഷൻ റെയർ ആണ്, മേ ബി മാർക്കറ്റാണ്, നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം. ബട്ട് ട്രയാങ്കിൾ പാറ്റേൺ ഫോം ചെയ്യും. ട്രയാങ്കിൾ പാറ്റേൺ ഫോം ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ ബ്രേക്കൗട്ട് മുകളിലേക്ക് കിട്ടും. ഓക്കെ, അതാണ് ഇത്ര എക്സ്പ്ലനേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് അത്രയ്ക്കാണ് ഇപ്പോൾ പറയാനുള്ളത്. എന്ന് വെച്ചാൽ മാർക്കറ്റ് ഫുൾ ട്രാപ്പിംഗ് ആണ്, ഈസി, ഒന്നും കിട്ടാൻ പോണില്ല. സ്കാൽപ്പ് ചെയ്യുക, 5-10 പോയിൻ്റ് എന്താ കിട്ടുന്നത് മേടിച്ച് ഇറങ്ങുക. എല്ലാവരും ഈ സിറ്റുവേഷനിലാണ്. ഞാൻ ജെന്വിൻ പറയാം. അതല്ല അല്ലെങ്കിൽ ഇങ്ങനെ അല്ല എന്ന് വെച്ചാൽ ഇട്ട് പിന്നെ വൈകുന്നേരം നോക്കിയപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് കിട്ടി, അങ്ങനെ ഒന്നും കിട്ടുന്നില്ല. പ്രോഫിറ്റ് ആർക്കും ഒന്നും മര്യാദ കിട്ടുന്നില്ല. ആകെ സ്കാൽപ്പിങ് ചെറിയ ചെറിയ ട്രേഡ് മാത്രമേ കിട്ടുന്നുള്ളൂ. അങ്ങനെ തന്നെ എടുക്കുക. ഓക്കെ, ഇപ്പോൾ കുറച്ച് ദിവസം പിടിക്കും. ഐ തിങ്ക് ഈ എക്സ്റ്റൻഷൻ ആകുമ്പോഴത്തേക്ക്
ടോട്ടൽ ട്രാപ്പ് ആയിരിക്കും. എക്സ്റ്റൻഷൻ ആകുമ്പോഴത്തേക്ക് പ്രൈസ് ബുള്ളിഷ് ആവും, നമുക്കൊന്നും കിട്ടിയില്ല, പ്രീമിയം മീറ്റിംഗ് ആയിരിക്കുള്ളൂ. CA എടുത്താലും പണിയാണ്, PA എടുത്താൽ പിന്നെ അത് മൊത്തത്തിൽ പണിയാണ്. സോ ശ്രദ്ധിക്കുക എല്ലാവരും. ഇനി വേഗം ഞാൻ ബാൻ നിഫ്റ്റി ലെസ്സസ് കിടക്കാം. ബാൻ നിഫ്റ്റി നമ്മളിത് ഇത്രയ്ക്ക് ഷെയർ ചെയ്തായിരുന്നു. ഓക്കെ, ബാൻ നിഫ്റ്റി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ബാൻ നിഫ്റ്റി ABC സ്ട്രക്ചറുടെ 1, 2, 3 അതിൻ്റെ 3 ആണ് ഓൺഗോയിങ് ആണ്. 1, 2, 3 ഓൺഗോയിങ് ആണ്. അതും അങ്ങനെ തന്നെയാണ് കേട്ടോ, ചാനൽ തന്നെയാണ് അത് ബാൻ നിഫ്റ്റി. അതാണ് ഈ രണ്ട് ഇൻഡെക്സ് എല്ലാം മോസ്റ്റ്ലി ഇൻഡെക്സ് എല്ലാം എക്സ്റ്റെൻഡിലായി കിടക്കണത് കണ്ടോ, എക്സ്റ്റെൻഡ് ആയി കിടക്കണത്. അതാണ് ഈ ഒരു സിറ്റുവേഷൻ. ഓക്കെ, എക്സ്റ്റെൻഡ് എന്ന് വെച്ചാൽ ചാനലിൽ പ്രൈസ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. സ്ലോ മൂവ് ആയിരിക്കുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന ഇപ്പോൾ ഡിപ്പ് തരും, പക്ഷേ പ്രൈസ് ഡിപ്പ് തരത്തില്ല. ആ ഡിപ്പിൽ അവർ ബൈ ചെയ്താൽ എന്താ വെച്ചാൽ ബൈ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രീമിയം മീറ്റിംഗ് നടക്കുകയുള്ളൂ. സോ അതിൽ എന്താ ഓപ്ഷൻ? സെല്ലേഴ്സായിട്ട് വേണമെങ്കിൽ പറ്റുവാണെങ്കിൽ മാത്രമേ സെല്ലേഴ്സ് നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സെല്ലർ ചെയ്യുക, സെല്ലേഴ്സായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. സെല്ലറാണെങ്കിൽ അവർക്ക് മാത്രമേ എന്തെങ്കിലും കിട്ടുള്ളൂ. അല്ലാണ്ട് ഓപ്ഷൻ ബൈങ്കിൽ സ്കാൽപ്പ് ചെയ്യുക, അതേ ഒരു ഓപ്ഷനുള്ളൂ, അതേ ഒരു സജഷനുള്ളൂ. ഓക്കെ, സോ ഇതിനകത്ത് ഇനി നെക്സ്റ്റ് എക്സ്റ്റൻഷൻ സപ്പോർട്ട്, ഇതൊരു സപ്പോർട്ട് സോണാണ് ഞാൻ ഷെയർ ചെയ്തേക്കുന്നത്. റെസിസ്റ്റൻസ് ഇതിൻ്റെ നോക്കാനാണെങ്കിൽ തേർഡ് വേവിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ എങ്ങനെയാണ് നോക്കാറുള്ളൂ? എക്സ്റ്റെൻഡ് ഫിബൊനാച്ചി. ഇത് നോക്കുക, ഫസ്റ്റ് വേവിൻ്റെ ഹൈ ആൻഡ് ദെൻ എക്സ്റ്റെൻഡ്. ഇതൊക്കെ ഓൺ ദ എക്സാക്ട് ഇതിലാണ് 61.80%. ദാറ്റ് മീൻസ് പ്രൈസ് എക്സ്റ്റ് കോഷൻ സോണിലാണ് കിടക്കുന്നത്. റെസിസ്റ്റൻസ് ഏരിയയിൽ എൻഡിനാൽ പാറ്റേൺ ഫോം ചെയ്താൽ മാത്രമേ എന്തെങ്കിലും ഷോർട്ടിനെ പറ്റി ആലോചിക്കാവുള്ളൂ കേട്ടോ. മാർക്കറ്റ് ബുള്ളിഷാണ്. എൻഡിനാൽ പാറ്റേൺ എവിടെയും കാണുന്നേ ഇല്ല എൻഡിനാൽ പാറ്റേൺ. അത് ഫോം ചെയ്യുന്നുണ്ട് അവർ, ബട്ട് സഡൻ അത് ബ്രേക്ക് ഔട്ട് വരും, അത് ചാനലിലേക്ക് മാറുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് അവർ ബുള്ളിഷാണ്, ട്രാപ്പ് ചെയ്യുന്നുണ്ട് അവർ. എൻഡിനാൽ പാറ്റേൺ സഡൻ ഇൻറ്റേർണൽ മൂവ്സ് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇത്രയ്ക്ക് ഞാൻ കോഷൻ ഇത് ഞാൻ പറഞ്ഞിട്ടില്ല. മീൻസ് ഈ മാർക്കറ്റ് ഭയങ്കര ടഫാണ്. ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോസ് നോക്കുവാണെങ്കിൽ ഞാൻ എങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. മീൻസ് ഇത്രയ്ക്കൊരു ട്രാപ്പ് ഞാൻ ഇവിടുന്ന് മാർക്കറ്റ് പൊട്ടുമെന്നും അങ്ങനെ ഒന്നും പറയാനൊന്നുമില്ല. ഈ സ്ട്രക്ചർ ബുള്ളിഷാണ്. ബട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാർക്കറ്റിൽ എക്സാക്ട്ലി പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ആസ് ഓപ്ഷൻ ബയർ ആയിട്ട്. ഓക്കെ, സോ ഇതിനകത്ത് അങ്ങനെയാണ്. ഇപ്പോൾ ഇത് അങ്ങനെയാണെങ്കിൽ 1, 2, 3. അപ്പോൾ ഫോർത്തിൻ്റെ റീട്രേസ്മെൻറ്റ് വരികയാണെങ്കിൽ അത് 38.0 ഫുൾ അങ്ങനെ ഫിബൊനാച്ചി വെച്ചാൽ മതി. ഞാൻ നിഫ്റ്റിയിൽ വെച്ച പോലെ തന്നെ. ഓക്കെ, സെൻസെക്സിനും അങ്ങനെ തന്നെയാണ്, നിഫ്റ്റിയിലെ പോലെ തന്നെയാണ്. സെൻസെക്സ് അത്യാവശ്യം നല്ല ബുള്ളിഷായി. നോക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് താഴേന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പ്രൈസ് ഓൾ ഇൻഡെക്സിൽ താഴേന്ന് മുകളിലേക്ക് പോകും, അതുപോലെ തന്നെ പ്രൈസ് മുകളിലേക്ക് ഇങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ബ്ലൈൻഡ്ലി അങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നതാണ്. അത്രയ്ക്ക് ബുള്ളിഷ് ഉണ്ടായിരുന്നില്ല വെച്ചാൽ എക്സ്റ്റെൻഡ് നമ്മൾ ഈ എക്സ്റ്റെൻഡിൽ കിടക്കുന്നുണ്ടല്ലോ, എക്സ്റ്റൻഷൻ ആലേക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. ഭയങ്കരമായിട്ട് എക്സ്റ്റെൻഡ് ആയിപ്പോയി. സോ ഇത്രേ ഉള്ളൂ. ഇനി ഇതിനകത്ത് ഇനി നമുക്ക് സെൻസെക്സിൽ തന്നെ ആ ഒരു ചാനൽ ഫോം ചെയ്തേക്കാം. അതിനകത്ത് അങ്ങനെ തന്നെ ഒരു ചാനലാണ്. ചാനലിൻ്റെ അപ്പർ പോർഷനിലാണ് ഇന്ന് മാർക്കറ്റ് ക്ലോസ് ആയിരിക്കണേ. എക്സാക്ട്ലി ഇത് കണ്ടോ, ഇതാണ് ആ ഒരു ചാനൽ. ഓക്കെ, ഇതിപ്പോൾ സപ്പോർട്ടാണ്. ഫസ്റ്റ് വേവിൻ്റെ ഹൈ ഇതിൻ്റെയും സപ്പോർട്ട് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ലെവൽ വരുന്നത് മറ്റേ ഈ ഒരു ഹൈ. ഓക്കെ, ഇതൊരു സപ്പോർട്ടാണ്. പിന്നെ അതിൻ്റെ ബില്ല് വരുന്നത്. സോ ഹൈ ഏതാ കിട്ടുന്ന നാളെ അതനുസരിച്ച് മറ്റേ ഇത് വെക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർമൽ ഫിബൊനാച്ചി യൂസ് ചെയ്യുക. നിഫ്റ്റിയിൽ വെച്ച പോലെ തന്നെ ഇതിനകത്തും യൂസ് ചെയ്യണം കേട്ടോ. സോ ഇതൊക്കെ എല്ലാം ബാക്കി സപ്പോർട്ടാണ്. സോ മേ ബി ഒരു ഹൈ അടിക്കും. ഓക്കെ, ഹൈ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാകും. മേ ബി ചിലപ്പോൾ ഗ്യാപ്പ് അപ്പ് ആയിട്ട് പിന്നെ താഴേക്ക് വരുമ്പോഴത്തേക്ക് 1 മിനിറ്റ് ടൈം ഫ്രെയിം, സ്മോൾ ടൈം ഫ്രെയിം ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ടൈം ഫ്രെയിം 1, 2, 3, 4 അതനുസരിച്ച് താഴേക്ക് കൗണ്ടിങ് ചെയ്യാൻ തുടങ്ങിയാൽ മതി. താഴേക്ക് വരാൻ തുടങ്ങുമ്പോൾ അങ്ങനെ കൗണ്ട് ചെയ്യാൻ തുടങ്ങിയാൽ മതി. എന്ന് വെച്ചാൽ 1, 2, 3, 4 താഴേക്ക് അങ്ങനെ പ്രൈസ് വരുവാണെങ്കിൽ. ഓക്കെ, അങ്ങനെയാണ് ശ്രദ്ധിക്കാനുള്ളത്. അത് കാരണം വെച്ചാൽ ഇവിടെ വന്നിട്ട് നമ്മൾ ബ്ലൈൻഡ്ലി ബുള്ളിഷ് ആവാൻ പാടില്ല. ഓക്കെ, ശ്രദ്ധിക്കാം. ഇപ്പോൾ മനസ്സിലാവുന്നില്ല, അപ്കമിങ് ടൈമിൽ അതൊക്കെ പിടികിട്ടും. കാരണം വെച്ചാൽ ആ ഒരു ക്ലാസ്സസ് അപ്കമിങ് ടൈമിൽ ഞാൻ ഷെയർ ചെയ്യും. ബട്ട് പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പോകാം. ലൈക്സ് വളരെ കുറവാണ്. എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബർ കൂടുന്നുണ്ട്, വ്യൂസ് കൂടുന്നുണ്ട്, ലൈക്സും ചെയ്യും. ലൈക്ക് ചെയ്താലല്ലേ കുറച്ചുകൂടി മോട്ടിവേറ്റ് ആവുള്ളൂ ഞാൻ. ഓക്കെ, നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട്. ബുള്ളിഷാണ്. 1, 2, 3, 4, 5. ഇവിടെ ഡയഗണൽ പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഡയഗണൽ പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ടോ എന്നില്ലാണ് ശ്രദ്ധിക്കണം. മിഡ് ക്യാപ് സെലക്ട്. ഓക്കെ, ശ്രദ്ധിക്കുക കേട്ടോ.
ഡയഗണൽ എങ്ങനെ നമ്മൾ പ്ലേ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഫസ്റ്റ് 5 മൂവ്സ് ഉണ്ടാവണം. 1 2 3 4 ഇവിടെ ടച്ചായി ആൻഡ് ദെൻ 5th മൂവ്. ഓക്കെ, സോ 5 മൂവ്സ് ഡയഗണലിനകത്ത് കംപ്ലീറ്റ് ആവും. ഇപ്പോൾ എക്സാക്ട്ലി 5th മൂവിലാണ് അങ്ങനെ. ഓക്കെ, ഈ ഡയഗണൽ ബ്രേക്ക് ഔട്ട് തരുന്നുണ്ടോ ഇല്ല, മുകളിലേക്ക് പോയിട്ട് പിന്നെ തിരിച്ച് വരുവാണെങ്കിൽ ഇവിടെ നിന്ന് ഷോട്ട് ചെയ്യരുത്. ശ്രദ്ധിക്കുക, ഡയഗണൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. മുകളിലേക്ക് പോയിട്ട് അല്ലെങ്കിൽ ഇവിടെ നിന്ന് റിജക്ഷൻ എടുക്കണം. അപ്പോൾ ആ ഒരു ഹൈ റെഡ് ക്യാൻഡിൽ ഫോം ആയി. സോ ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഹൈ തന്നെയാണ് സെൽ. ഓക്കെ, ഇൻ കേസ് മുകളിലേക്ക് പോയിട്ട് തിരിച്ച് അകത്തോട്ട് വരികയാണെങ്കിൽ അതാണ് പിന്നെ ജെന്വൻ എൻഡിങ് പാറ്റേണിൻ്റെ മീൻസ് ബ്രേക്കൗട്ട് ഇതിൻ്റെ നോർമലി ഉണ്ടാവാറില്ല, അങ്ങനെയാണ്. സോ ജസ്റ്റ് ഒരു ഫേക്ക് ബ്രേക്കൗട്ട് കാണിച്ചിട്ട് പിന്നെ താഴേക്ക് അകത്തോട്ട് വരുമ്പോഴത്തേക്കാണ് അത് നമുക്ക് പറയാൻ പറ്റും യെസ് ഇത് ഫേക്ക് ബ്രേക്കൗട്ട് ട്രാപ്പ് ആയിരുന്നു. ആൻഡ് ദെൻ താഴേക്ക് വരുന്നുണ്ട്. ആൻഡ് ദെൻ നമ്മുടെ ഡയഗണൽ പാറ്റേണിൻ്റെ ആ ക്യാൻഡലിൻ്റെ ഹൈ ആയിരിക്കും നമ്മുടെ SL. ആൻഡ് ദെൻ താഴേക്ക് പിന്നെ സ്റ്റാർട്ട് ചെയ്ത് കൗണ്ടിങ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് അത് ഫുൾ 5 മൂവ്സായി താഴേക്ക് ഇനി സെക്കൻഡ് ഡിഗ്രി ഫോൾ ഓർ ABC സ്ട്രക്ചറിൽ താഴേക്ക് ഫോൾ വരാൻ പോവുക. ശ്രദ്ധിക്കുക. ഓക്കെ, സോ അത്രേ ഉള്ളൂ. ഇനി ഇതിനകത്തും എനിക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എല്ലാവരും പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണം. താങ്ക് യു സോ മച്ച്. ഓക്കെ.